ശരണ്യ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രന് അനുകൂലമായൊരു നിലപാടാണ് താൻ സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ഈഴവർ സ്വീകരിക്കുമെന്ന് ഒരു സമുദായ പ്രാതിനിധ്യത്തെ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്. ശരണ്യ, ഈ വെള്ളാപ്പള്ളിയുടെ ആ നിലപാട് ഈഴവ വോട്ടുകൾക്ക് അത്രയധികം സ്വാധീനമുള്ള ആലപ്പുഴയിൽ BJPയെ തുണയ്ക്കുമോ, അതല്ലെങ്കിൽ മറ്റാർക്കാണ് അതിന്റെ ഗുണം കിട്ടുക? ഏറ്റവും പ്രതിസന്ധി നേരിടാൻ പോകുന്നത് LDF ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇടത് വോട്ടുകളാണ് എല്ലാ കാലത്തും ഈഴവ വോട്ടുകളായി നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ലീഡ് നൽകുകയും ആരിഫിനെ ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുകയും ചെയ്തത് ചേർത്തല മണ്ഡലമാണ്. ആ ചേർത്തല മണ്ഡലത്തിൽ സ്വാഭാവികമായും ഈ പറഞ്ഞ ഇപ്പോൾ നമുക്ക് തോന്നാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യാതിരിക്കുമോ, മാറ്റി കുത്തുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ ചേർത്തല കൃത്യമായ ഒരു സ്വാധീനം അവർക്കുള്ള, എന്നാൽ ഇടതുപക്ഷവുമായി എപ്പോഴും SNDP ചേർന്ന് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ചേർത്തല മണ്ഡലം. പക്ഷേ ആ ചേർത്തല മണ്ഡലത്തിൽ ഇതൊരു എഫക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ചേർത്തലയിൽ എഫക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായും ഇടതുപക്ഷ വോട്ടുകൾക്കാണ് എന്നുള്ളതാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഇടത് കോട്ടയായിരുന്ന പലയിടങ്ങളിലും ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തെയൊക്കെ മറികടന്ന് AM ആരിഫിന് മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഘട്ടം ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന ഒരു രീതിയിലും UDF പ്രതീക്ഷകൾക്ക് കുറച്ചുകൂടി നൽകുന്ന രീതിയിലുമാണ് അത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചൽ വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് നടത്തിയതിലൂടെ വരാൻ പോകുന്നത്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു സാമുദായിക നേതാവ് പറഞ്ഞാൽ വോട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ, പക്ഷേ SNDP കോളങ്ങളിൽ ഇത്തരത്തിൽ പരസ്യ പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ പോലും രഹസ്യ നീക്കങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രീതി നടേശൻ അടക്കമുള്ള ആളുകൾ ചേർത്തലയിൽ പാർലമെന്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ, നിയോജക മണ്ഡലം ഓഫീസിന്റെ ഉദ്ഘാടനത്തിലടക്കം പോവുകയും പ്രത്യക്ഷത്തിൽ തന്നെ അത്തരത്തിലൊരു പിന്തുണ നൽകുകയും ചെയ്തത്. ഒരു സംശയം കൂടി ഉള്ളത്, കേരളത്തിന്റെ മൊത്തം ശതമാനം പരിശോധിക്കുമ്പോൾ ഈഴവ ജനസംഖ്യ 25% വരുമെന്നാണ് ഒരു ഏകദേശ കണക്ക്. ശരണ്യ, ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ നമ്മൾ പ്രത്യേകം പരിഗണിക്കുമ്പോൾ അവിടുത്തെ ഒരു ഈഴവ വോട്ടിംഗ് ശതമാനം അത് എത്ര കണ്ടുണ്ട് ഉണ്ടെങ്കിൽ അത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കനുസരിച്ച് ഏത് മണ്ഡലത്തിലായിരിക്കും ഏറ്റവും അധികം പ്രാതിനിധ്യം? അങ്ങനെ ഒരു കണക്കെടുപ്പ് നമുക്ക് സാധ്യമാവുന്നുണ്ടോ ശരണ്യ? ഏറ്റവും അധികം ഈഴവ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ ഒന്ന് ആലപ്പുഴ മണ്ഡലം, മറ്റൊന്ന് കായംകുളം മണ്ഡലം. ഈ രണ്ടിടങ്ങളിലും ഈഴവ വോട്ടുകൾ സുപ്രധാനമാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എപ്പോഴും നമുക്കറിയാം കായംകുളത്ത് എപ്പോഴും CPM പരിഗണിക്കുന്നത് ഒരു ഈഴവ സ്ഥാനാർത്ഥിയാണ്. ഈ രണ്ടിടങ്ങളും കഴിഞ്ഞ തവണ LDFന് ലീഡ് നൽകിയ സ്ഥലവും ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ചേർത്തലയും ഒപ്പം തന്നെ കായംകുളവും നൽകിയ പൊളിറ്റിക്കൽ വോട്ടുകളും ഒപ്പം തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കൊക്കെ എല്ലാ കാലത്തും സ്ഥിരമായി ലഭ്യമായി കൊണ്ടിരുന്ന വോട്ടുകളാണ് ആ ഈഴവ വോട്ടുകൾ. അത് തീർച്ചയായും ഈഴവ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ CPMന്റെ പോക്കറ്റിലുള്ള കായംകുളവും ചേർത്തലയും അടക്കം കൃത്യമായ ലീഡും ഒപ്പം തന്നെ CPM വോട്ടുകളുമായി ഉറച്ചു നിന്ന് നൽകുന്ന പിന്തുണ നൽകുന്ന ഒരു വോട്ടും പാറ്റേൺ ഉള്ള മണ്ഡലങ്ങളാണ് കായംകുളവും ചേർത്തലയും. അവിടെ ഇത് എഫക്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചുവടുമാറ്റം അത് തീർച്ചയായും ഇടത് കോട്ടകൾ തന്നെയാണ് ആശങ്ക പടർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് EP അടക്കമുള്ള ആളുകൾ വെള്ളാപ്പള്ളി അത്തരത്തിൽ സഹകരിച്ചു പോകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുമായി മുന്നോട്ട് വരുന്നത്. മറിച്ച് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്രയും ദിവസം ഒരു മത്സരത്തിൽ ഒരുപക്ഷെ 2.5 ലക്ഷം എന്ന വോട്ടുകളാണ് BJP അല്ലെങ്കിൽ NDA പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതിന് മേലേക്ക് ഒരു വിജയം എന്നുള്ള രീതിയിലേക്ക് ഒരു താല്പര്യത്തിലേക്ക് കടക്കുന്നതിനും പ്രതീക്ഷകളിലേക്ക് കടക്കുന്ന രീതിയിലേക്കും ഇന്നലത്തെ ഒരു പ്രഖ്യാപനം കൊണ്ടുവരുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് BJP കോളങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. എന്തായാലും ശരണ്യ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകളെയൊക്കെ ഈ പ്രചാരണ വേദികളിലേക്ക് എത്തിക്കാൻ എല്ലാ മുന്നണികളും മുൻകൈ എടുക്കുന്നുണ്ട്. ശരണ്യ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ആംബിയൻസ് നമുക്ക് കേൾക്കാം. അവിടെ ആരിഫിന്റെ ഒരു സ്വീകരണ വേദിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം വിശദാംശങ്ങളിലേക്കും ഈ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ചില ട്രെൻഡുകളുണ്ട്. നമ്മൾ പരിശോധിച്ചത് വെള്ളാപ്പള്ളിയും ഈഴവ സാന്നിധ്യവുമാണ്. ഇനിയും നിരവധി ഘടകങ്ങൾ പരിശോധിക്കാനുണ്ട്. നമുക്ക് തീർച്ചയായും അതിലേക്ക് ആഴത്തിൽ തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.